ഹലോ എവ്രി വൺ. കോർ സെൻറ്റർ ഓഫ് റിഗറസ് എക്സലൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാസ്റ്റ് ലാൻഡ് ഫോംസ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ്. അതിൻ്റെ ഇറോഷണൽ ഡെപ്പോസിഷണൽ ലാൻഡ് ഫോംസിനെ കുറിച്ചും അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കാസ്റ്റ് ലാൻഡ് ഫോംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കാസ്റ്റ് ടോപ്പോഗ്രഫി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരു കെമിക്കൽ വെതറിങ്ങിൻ്റെ ഭാഗമായിട്ട് രൂപീകൃതമാകുന്നതായ ലാൻഡ് ഫോംസ് ആണ്. പ്രധാനമായിട്ടും ലൈംസ്റ്റോൺ, ഡോളമൈറ്റ് ആൻഡ് ജിപ്സം തുടങ്ങിയ സോല്യൂബിൾ ആയിട്ടുള്ള റോക്സിൻ്റെ സൊല്യൂഷൻസ് കാരണം രൂപീകൃതമാകുന്ന ഡിഫറെൻറ്റ് ഷേപ്പായിട്ടുള്ള ലാൻഡ് ഫോംസിനെയാണ് നമ്മൾ കാസ്റ്റ് ടോപ്പോഗ്രഫി അല്ലെങ്കിൽ കാസ്റ്റ് ലാൻഡ് ഫോംസ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്, അല്ലെങ്കിൽ ലൈംസ്റ്റോൺ ആൻഡ് ചോക്ക് ലാൻഡ് ഫോംസ് എന്ന പേരിലും കൂടി ഇത് അറിയപ്പെടാറുണ്ട് എന്നുള്ളതാണ്. ഇതൊരു സെഡിമെൻ്ററി റോക്സ് ആണ്. ഓക്കെ, ഓർഗാനിക് ഒറിജിനുള്ള ഈ കോറൽസിൻ്റെയും സീഷെൽസിൻ്റെയും ഒക്കെ അക്യുമുലേഷൻ കാരണം രൂപീകൃതമാകുന്ന ഓർഗാനിക് ആയിട്ടുള്ള ഒരു സെഡിമെൻ്ററി റോക്കുകളാണ് ലൈംസ്റ്റോൺ ആൻഡ് ചോക്ക് എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും കാൽഷ്യേറ്റ് അല്ലെങ്കിൽ കാൽഷ്യം കാർബണേറ്റിനാൽ രൂപീകൃതമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മെറ്റീരിയൽസ് റെയിൻ വാട്ടറുമായിട്ട് ആക്ട് ചെയ്തിട്ട് രൂപീകൃതമാകുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ലാൻഡ് ഫോംസിനെയാണ് നമ്മൾ ലൈംസ്റ്റോൺ ഓർ ചോക്ക് ലാൻഡ് ഫോം അല്ലെങ്കിൽ കാസ്റ്റ് ടോപ്പോഗ്രഫി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാസ്റ്റ് എന്ന പേര് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം യൂഗോസ്ലോവിയയിലെ കാസ്റ്റ് ഡിസ്ട്രിക്റ്റിൽ നിന്നുമാണ് ഈ കാസ്റ്റ് റീജിയൻ എന്നുള്ളൊരു നെയിം പ്രധാനമായിട്ടും വരുന്നത്. അപ്പോൾ ഈ യൂഗോസ്ലോവിയയുടെ ഭാഗങ്ങളിലാണ് ഇത്തരത്തിലുള്ള ഒരു ലാൻഡ് ഫോമുകൾ പ്രധാനമായിട്ടും കണ്ടുവരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ലാൻഡ് ഫോംസിനെ പ്രധാനമായിട്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇറോഷണൽ ലാൻഡ് ഫോംസും ഉണ്ട്, ഡെപ്പോസിഷണൽ ലാൻഡ് ഫോംസും ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ഇറോഷണൽ ലാൻഡ് ഫോംസ് എന്ന് നോക്കാം. ബ്ലൈൻഡ് വാലി, സ്വോളോ ഹോള്, ക്ലിഫ്റ്റ്, കാസ്റ്റ് വിൻഡോ, ഉവാലാസ്, പോൾജെ, പൂൾസ്, കേവ്സ്, കാസ്റ്റ് ലേക്ക്, ഇത്രയുമാണ് ഇറോഷണൽ കാസ്റ്റ് ലാൻഡ് ഫോംസ് ആയിട്ട് വരുന്നത്. ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നത് ബ്ലൈൻഡ് വാലി എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ബ്ലൈൻഡ് വാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം റിവർ ഫ്ലോ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ റെയിൻ വാട്ടർ ഫ്ലോ ചെയ്യുന്ന സമയത്ത് അവിടെ ലൈംസ്റ്റോണിൻ്റെ സോല്യൂബിൾ ആയിട്ടുള്ള റോക്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ വാട്ടറുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത്തരം ലൈംസ്റ്റോണുകൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുകയും ഈ ഡിസോൾവ് ചെയ്ത വാട്ടറുകൾ അണ്ടർഗ്രൗണ്ട് ചാനലുകൾ ഫോം ചെയ്യിക്കുന്നു. ദെൻ ഈ സർഫേസ് സ്ട്രീംസ് അണ്ടർഗ്രൗണ്ടിലൂടെ ഒഴുകുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഒഴുകിയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന വാലിനെയാണ് നമ്മൾ ബ്ലൈൻഡ് വാലി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം ബ്ലൈൻഡ് വാലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റീപ്പ് ഹെഡഡ് ആയിട്ടുള്ള വാലികളാണ്, നാരോ ആയിട്ടുള്ള ഫ്ലാറ്റ് ബോട്ടംഡ് വാലിയാണ് ബ്ലൈൻഡ് വാലി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം വാലീസ് പ്രധാനമായിട്ടും റെയിൻ വാട്ടർ ലൈംസ്റ്റോണുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ചാനലുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സർഫേസ് സ്ട്രീമുകൾ സോളോ ഹോളിലോ സ്വിംഗ് ഹോളിലേക്കോ ഒക്കെ ഒഴുകിക്കഴിഞ്ഞതിന് ശേഷം രൂപീകൃതമാകുന്നതാണ് ബ്ലൈൻഡ് വാലി എന്ന് പറയുന്നത്. ഇനി സോളോ ഹോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു ഇൻട്രാക്ഷൻ കാരണം, ഓക്കെ, വാട്ടറിൻ്റെയും ലൈംസ്റ്റോണിൻ്റെയും ഒക്കെ ഇൻട്രാക്ഷൻ കാരണം അവിടെ രൂപപ്പെടുന്ന ചെറിയ ചെറിയ ഡിപ്രഷൻസിനെയാണ് സോളോ ഹോൾ എന്ന് വിളിക്കുന്നത്. ഇതിനെ സിങ്ക് ഹോൾ എന്നും കൂടി നമ്മൾ വിളിക്കാറുണ്ട്. ഓക്കെ, ഇത് പ്രധാനമായിട്ടും കാർബണേറ്റ് റോക്സിൻ്റെ ഡെസൊല്യൂഷൻ കാരണമാണ് രൂപീകൃതമാകുന്നത്. അപ്പോൾ ഇത്തരത്തിൽ സോളോ ഹോളുകൾ രൂപീകൃതമായി കഴിഞ്ഞാൽ സർഫേസ് സ്ട്രീം അവിടെ വെച്ചിട്ട് ഡിസപ്പിയർ ആവാറുണ്ട്. കാരണം അതിലേക്ക് ഒഴുകിക്കൊണ്ട് സർഫേസ് സ്ട്രീമുകൾ ഡിസപ്പിയർ ആവാറുണ്ട് എന്നുള്ളതാണ്. ലോക്കലി ഇതിനെ പല പേരുകളിലും വിളിക്കുന്നുണ്ട്. ഇപ്പം ബ്ലൂ ഹോൾസ്, സിനോട്ട്സ്, സൊട്ടാൻസ് ആൻഡ് ടോമോ തുടങ്ങിയ ഡിഫറെൻറ്റ് നെയിമുകൾ ഓരോ പ്രദേശങ്ങളിലും ഡിഫറെൻ്റ് ആയിട്ടാണ് ഈ സോളോ ഹോൾസിനെ അല്ലെങ്കിൽ സിങ്ക് ഹോൾസിനെ വിളിക്കുന്നത്. ഇനി നമ്പർ ഓഫ് സോളോ ഹോളുകൾ കൊളാപ്സ് ചെയ്തുകൊണ്ട് ഒരു വലിയ ഡിപ്രഷൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഡൊളൈൻ എന്നാണ് വിളിക്കാറുള്ളത്. ഓക്കെ, അപ്പം എന്താണ് സോളോ ഹോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സർഫേസിൻ്റെ കൊളാപ്സ് കാരണം, കാസ്റ്റ് സർഫേസിൻ്റെ കൊളാപ്സ് കാരണം രൂപപ്പെടുന്ന ചെറിയ ഗ്രൗണ്ട് ഡിപ്രഷൻസിനെയാണ് സോളോ ഹോൾ ഓർ സിങ്ക് ഹോൾ എന്ന് പറയുന്നത്. കാസ്റ്റ് ലാൻഡ് ഫോംസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ് ഈ സോളോ ഹോൾ അല്ലെങ്കിൽ സിങ്ക് ഹോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ രണ്ടോ അതിലധികമോ സിങ്ക് ഹോളുകൾ കൊളാപ്സ് ചെയ്തുകൊണ്ട് രൂപീകൃതമാകുന്ന വലിയൊരു ഡിപ്രഷനെയാണ് നമ്മൾ ഡൊളൈൻ എന്ന് വിളിക്കാറുള്ളത് എന്നുള്ളതാണ്. അടുത്താണ് ക്ലിഫ്റ്റ്.
എന്താ ഈ ഇത്തരത്തിൽ സോല്യൂബിൾ ആവുന്ന ഹോളുകൾ ഒരു ലോങ് പീരീഡിലേക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് രൂപീകൃതമാകുന്ന ആ പാർട്ടിനെയാണ് ക്ലിഫ്റ്റ് എന്ന് വിളിക്കാറുള്ളത്. ഓക്കെ, ദെൻ പിനാക്കിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെർട്ടിക്കൽ റോക്ക് ബ്ലേഡ്സിനെയാണ് നമ്മൾ പിനാക്കിൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, പിനാക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈംസ്റ്റോൺസിന് ജോയിൻസ് ആൻഡ് ക്രാക്കുകൾ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ റൈൻ വാട്ടർ ഇത്തരം ജോയിൻസിലും ക്രാക്കുകളിലും വരുന്നതിൻ്റെ ഭാഗമായിട്ട് കാർബോണിക് ആസിഡുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയും ഈ ജോയിൻറ്റിലേക്ക് കാർബോണിക് ആസിഡ് ഫ്ലോ ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ ജോയിൻസ് ആൻഡ് ക്രാക്സിൽ റെയിൻ വാട്ടർ വരുന്നതിൻ്റെ ഭാഗമായിട്ട് ചില ഭാഗങ്ങൾ പെട്ടെന്ന് ഡിസോൾവ് ചെയ്ത് പോവുകയും മറ്റ് ചില ഭാഗങ്ങൾ ഡിസോൾവ് ചെയ്യുന്നതിന് കുറച്ച് സമയമെടുക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ലെസ് ഡിസോൾവഡ് ആയിട്ടുള്ള പാർട്സ് ഒരു ഷാർപ്പ് വെർട്ടിക്കൽ പില്ലറായിട്ട് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ ഇത്തരത്തിലുള്ള ഷാർപ്പ് പില്ലേഴ്സിനെയാണ് നമ്മൾ പിനാക്കിൾസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ പിനാക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈംസ്റ്റോൺസിന് ജോയിൻസ് ആൻഡ് ക്രാക്സ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് റെയിൻ വാട്ടർ വന്നതിന് ശേഷം അവിടെ നടക്കുന്ന കെമിക്കൽ പ്രോസസ്സ് ഓരോ സൈഡിൻ്റെയും ആക്ടിവിറ്റീസ്, ഈ കെമിക്കൽ വെതറിങ്ങിൻ്റെ ആക്ടിവിറ്റീസിൽ ഇൻറ്റൻസിറ്റിയിൽ വേരിയേഷൻ ഉള്ളതുകൊണ്ട് ലെസ് ഡിസോൾവഡ് ആയിട്ടുള്ള പാർട്ടുകൾ വെർട്ടിക്കൽ ആയിട്ടുള്ള ഷേപ്പിൽ പില്ലേഴ്സ് ആയിട്ട് നിൽക്കുന്നതിനെയാണ് പിനാക്കിൾസ് എന്ന് വിളിക്കാറുള്ളത്. ഓക്കെ, അടുത്തത് ലാപ്പീസ് ആണ്. ലാപ്പീസിനെ കാരൻ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇതും ഡിഫറൻഷ്യൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷണൽ ആക്ടിവിറ്റീസ് കാരണം രൂപീകൃതമാകുന്നതാണ്. അപ്പോൾ ഇവിടെ റെയിൻ വാട്ടർ CO2നെ അബ്സോർബ് ചെയ്യും. എന്നിട്ട് അത് വളരെ വീക്കായിട്ടുള്ളൊരു കാർബോണിക് ആസിഡായിട്ട് മാറും. ഓക്കെ, ഈ ആസിഡ് ദിസ് അസിഡിക് വാട്ടർ ഫ്ലോസ് ഓവർ എ ബെയർ ലൈംസ്റ്റോൺ സർഫേസ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം റെയിൻ വാട്ടർ CO2നെ അബ്സോർബ് ചെയ്തതിന് ശേഷം അത് വളരെ വീക്കായിട്ടുള്ളൊരു കാർബോണിക് ആസിഡായിട്ട് മാറുന്നു. ഈ കാർബോണിക് ആസിഡ് ലൈംസ്റ്റോൺ സർഫേസിലൂടെ ഒഴുകുന്നതിൻ്റെ ഭാഗമായിട്ട് ലൈംസ്റ്റോണിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളെ ഡിസോൾവ് ചെയ്യിക്കുകയും അവിടെ ജോയിൻസ് ആൻഡ് ക്രാക്കുകൾ രൂപീകൃതമാക്കുകയും ചെയ്യുന്നു. അപ്പോൾ കുറേ ടൈം കഴിയുമ്പോഴത്തേക്കും ഇവിടെ പാരലായിട്ടുള്ള ഗ്രൂപ്പ്സ് ആൻഡ് റിഡ്ജസ് ഡെവലപ്പ് ചെയ്ത് വരുന്നു. ഓക്കെ, പാരലായിട്ടുള്ള ചെറിയ ചെറിയ വിടവുകളോ മറ്റോ രൂപീകൃതമായിട്ട് വരുന്നു. ഇതിനെയാണ് നമ്മൾ ലാപ്പീസ് എന്ന് വിളിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇമേജിൽ കാണുന്നത് പോലെ തന്നെ ആയിരിക്കും ലാപ്പീസ് ആൻഡ് കാരൻ എന്ന് പറയുന്ന ഫീച്ചേഴ്സ് ഉണ്ടാവുക. അപ്പോൾ ഇത് റെയിൻ വാട്ടർ CO2നെ അബ്സോർബ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഡിഫറൻഷ്യൽ ആയിട്ടുള്ള ഇറോഷണൽ ആക്ടിവിറ്റീസ് കാരണം വരുന്നതാണ് ലാപ്പീസ് ആൻഡ് കാരൻ എന്ന് പറയുന്നത്. ഇനി ലൈംസ്റ്റോൺ പാവ്മെൻ്റ് ആണ്. ലാപ്പീസിൻ്റെ കുറച്ചുകൂടെ സ്മൂത്തർ ആയിട്ടുള്ള വേർഷനാണ് ലൈംസ്റ്റോൺ പാവ്മെൻറ്റ്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്തത് സിങ്കിങ് ക്രീക്സ് അല്ലെങ്കിൽ ഭോഗാസ് എന്ന് പറയുന്ന ഒന്നാണ്. In a valley, the water often get lost through cracks and fissures in the bed എന്നുള്ളതാണ്. അപ്പോൾ thus are called sinking creeks എന്നുള്ളതാണ്. ഇപ്പം വെള്ളം ഒഴുകി വരുന്ന സമയത്ത് ഈ ക്രാക്സ് ആൻഡ് ജോയിൻസിലൂടെ ചിലപ്പോൾ ഈ വാട്ടർ എന്ത് ചെയ്യാറുണ്ട്, വാട്ടർ നഷ്ടപ്പെട്ടു പോകാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ളതിനെയാണ് സിങ്കിങ് ക്രീക്ക് എന്ന് പറയുന്നത്. അതായത് ദാറ്റ് മീൻ ഒരു അണ്ടർഗ്രൗണ്ടിൽ ഡിസപ്പിയർ ആവുന്ന സ്ട്രീമാണ് സിങ്കിങ് ക്രീക്ക് എന്ന് പറയുന്നത്. ഇനി ഇത്തരത്തിൽ ഡിസപ്പിയർ ആവുന്ന സ്ട്രീമിൻ്റെ ടോപ്പ് സൈഡ് ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ അതിനെ ബോഗാസ് എന്നും കൂടി വിളിക്കുന്നു. ഓക്കെ, എന്നാൽ ഈ മേഖലയിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇറോഷണൽ ആക്ടിവിറ്റീസിൻ്റെ സൈഡിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഫീച്ചറാണ് കാസ്റ്റ് വിൻഡോ അല്ലെങ്കിൽ കാസ്റ്റ് ഫെൻസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത് സ്റ്റീപ്പ് സൈഡഡ് ആയിട്ടുള്ളൊരു സിങ്ക് ഹോളാണ്. അണ്ടർഗ്രൗണ്ട് റിവറിൻ്റെ പോർഷൻ കൃത്യമായിട്ട് കാണുന്ന തരത്തിൽ. ഓക്കെ, അണ്ടർഗ്രൗണ്ട് വാട്ടർ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ചെറിയ ഡിപ്രഷൻസിനെയാണ് നമ്മൾ കാസ്റ്റ് വിൻഡോ അല്ലെങ്കിൽ ഫെൻസ്റ്റർ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദെൻ ഉവാലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സിങ്ക് ഹോളിനേക്കാളും കുറച്ചുകൂടെ വലിയ ഡിപ്രഷൻസിനെയാണ് ഉവാലാസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള സിങ്ക് ഹോൾസ് കൊളാപ്സ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഉവാലാസ് രൂപീകൃതമാകുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു സിംഗിൾ ഉവാല എന്ന് പറയുന്നത് ന്യൂമറസ് ആയിട്ടുള്ള സിങ്ക് ഹോളുകളിനെ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ സിങ്ക് ഹോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഡിപ്രഷൻസിനെയാണ് സിങ്ക് ഹോൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതിന് അടുത്തതായിട്ട് വരുന്നത് പോൾജെ ആണ്. പോൾജെ എന്ന് പറയുന്ന സമയത്ത് വളരെ ഫ്ലാറ്റ് പ്ലെയിൻ ആണ് പോൾജെ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ലാർജസ്റ്റ് ബേസിൻ. ഓക്കെ, അപ്പം ഇത് നമ്മുടെ സോളോ ഹോളൊക്കെ പോലെ തന്നെയുള്ളൊരു ഫീച്ചറാണ് പോൾജെ എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ 5 to 400 km² ആയിരിക്കും ഇതിൻ്റെ വലിപ്പം എന്നുള്ളത്. അപ്പോൾ അതിൽ നിന്ന് ആ ഒരു വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് വ്യത്യാസപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ
ഇവിടെ നമുക്ക് പഠിക്കുന്ന സമയത്ത് പൊതുവേ സ്വാഭാവികമായിട്ടും വരുന്നൊരു സംശയം സ്വാളോ ഹോൾസും ഡൊളൈനും ഉവാലയും പോൾജയും ഒക്കെ തന്നെ ഇത്തരത്തിൽ എന്താണ് ലൈംസ്റ്റോൺ റീജിയനിൽ ഉണ്ടാകുന്ന ഡിപ്രഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏറ്റവും ചെറുത് സ്വാളോ ഹോളാണ്. അത് വളരെ ചെറിയൊരു സ്മോൾ ആയിട്ടുള്ളൊരു ഹോളാണ്. അതിൻ്റെ കുറച്ചുകൂടെ വലിയ ഫോമിനെയാണ് നമ്മൾ ഡൊളൈൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഡൊളൈൻ്റെയും കുറച്ചുകൂടെ വലുതാണ് ഉവാല എന്ന് വിളിക്കുന്നത്. ഒരു 1 to 10 കിലോമീറ്റർ ഒക്കെ ഈ ഡിപ്രഷൻ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഉവാല എന്ന് വിളിക്കുന്നു. ഇനി അത് 5 to 400 കിലോമീറ്റർ സ്ക്വയർ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ പോൾജെ എന്നാണ് വിളിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വ്യത്യാസം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. സ്വാളോ ഹോൾ ആണ് ഏറ്റവും വലുത്, അത് കഴിഞ്ഞ് ഡൊളൈൻ വരുന്നു, ഉവാല വരുന്നു, പോൾജെ വരുന്നു. ദെൻ പൂൾസ് ആണ്. പൂൾസ് എന്ന് പറയുന്ന സമയത്ത് ഈ ഇത്തരത്തിൽ ഇറോഷൻ്റെ ആക്ടിവിറ്റീസ് നടന്ന സ്ഥലങ്ങളിൽ വാട്ടർ കളക്ട് ചെയ്യപ്പെടുന്ന ഒരു ഓപ്പൺ ആയിട്ടുള്ളൊരു ടോപ്പിനെയാണ് നമ്മൾ പൂൾസ് എന്ന് വിളിക്കാറുള്ളത്. ദെൻ റൈൻ വാട്ടർ ഇപ്പം ഡിസപ്പിയറിംഗ് ആയിട്ടുള്ള അണ്ടർഗ്രൗണ്ട് സ്ട്രീമുകൾ ഉണ്ട് എന്ന് പറഞ്ഞു, സിങ്കിങ് ക്രീക്ക് വഴി. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ട്രീമുകൾ അണ്ടർഗ്രൗണ്ടിൽ വളരെ നന്നായിട്ട് ഇറോഷൻ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് രൂപീകൃതമാകുന്ന ഗുഹകളെയാണ് കേവ്സ് ഓർ കേവൻസ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ഷെയിൽസ്, സാൻഡ്സോൺസ് ആൻഡ് കോർട്ടസൈറ്റ്സ് ആണ് ഉണ്ടാവുക. ഈ ഏരിയാസിനെ കൃത്യമായിട്ട് ഇറോഡ് ചെയ്ത് കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഗുഹകൾ രൂപീകൃതമാക്കുന്നത് എന്നുള്ളതാണ്. കാസ്റ്റ് ലേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു അണ്ടർഗ്രൗണ്ട് കേവുകൾ. അപ്പോൾ ഇത്തരത്തിൽ ഈ വാട്ടറിൻ്റെ ആക്ടിവിറ്റീസ് കാരണം രൂപീകൃതമാകുന്ന ഗുഹകളുടെ റൂഫ് കൊളാപ്സ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു വലിയ ഡിപ്രഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും അവിടെ വാട്ടർ അക്യുമുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ പ്രോസസ്സിനെയാണ് കാസ്റ്റ് ലേക്ക് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം സ്വാളോ ഹോൾസും സിങ്ക് ഹോള്, ഡൊളൈന്, പോൾജെ, ഉവാല ഇതൊക്കെ എന്താണ് എന്നുള്ളത് നോക്കാം. അപ്പോൾ പോൾജെ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 5 to 400 കിലോമീറ്റർ സ്ക്വയർ ആയിരിക്കും ഇതിൻ്റെ ഒരു ലെങ്ത് എന്ന് പറയുന്നത്. ഉവാലയ്ക്ക് 1 to 10 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ. അതിനും താഴെയാണ് ഈ ഡൊളൈനും സോളോ ഹോളും ഒക്കെ വരുന്നത് എന്നുള്ളതാണ്. ഇനി അടുത്തതായിട്ട് കാസ്റ്റ് ലാൻഡ് ഫോംസിൻ്റെ ഡെപ്പോസിഷണൽ ഫീച്ചേഴ്സാണ് സ്പീലിയോതേംസ്, സ്റ്റാലക്ടൈറ്റ് ആൻഡ് ഹെലിസിറ്റൈറ്റ്, സ്റ്റാലഗ്മൈറ്റ് ആൻഡ് ഹാലഗ്മൈറ്റ്, കേവ് പില്ലേഴ്സ്, ഡ്രാപ്സ് ആൻഡ് കർട്ടൈൻ, ട്യൂഫ, അതുപോലെ തന്നെ ട്രാവർട്ടൈൻ, ഡ്രിപ്പ് സ്റ്റോൺ തുടങ്ങിയവയൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ഡെപ്പോസിഷണൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. സ്പീലിയോതേം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കേവിനകത്തുള്ളതായ എല്ലാ തരത്തിലുള്ള ലാൻഡ് ഫോംസിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പീലിയോതേംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു കേവിനകത്ത് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടോ അതിനെ കളക്റ്റീവ്ലി നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പീലിയോതേംസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് സ്റ്റാലക്ടൈറ്റും സ്റ്റാലഗ്മൈറ്റും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഫീച്ചേഴ്സാണ്. അതായത് ഇപ്പം വാട്ടറിൻ്റെ ലൈംസ്റ്റോണുമായിട്ടുള്ളൊരു സൊല്യൂഷൻ ആക്ടിവിറ്റി നടക്കുന്ന സമയത്ത് ഇപ്പം റൂഫിലാണ് ഇറോഷൻ സംഭവിക്കുന്നതെങ്കിൽ അവിടെ നിന്നും വാട്ടർ ഡ്രോപ്സ് താഴോട്ട് ഇറ്റ് വീഴാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വീഴുന്ന സമയത്ത് അതിൻ്റെ വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്ത് പോയിട്ട് അതിൻ്റെ റിമൈനിങ് ആയിട്ടുള്ള ലൈംസ്റ്റോൺ അവിടെ ഗ്രോ ചെയ്യുന്നതിനെയാണ്, ഡൗൺവേർഡിലേക്ക് ഗ്രോ ചെയ്യുന്നതിനെയാണ് സ്റ്റാലക്ടൈറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഈ സ്റ്റാലക്ടൈറ്റ് ഹൊറിസോണ്ടലി ഓർ ഡയഗണലി ആണ് രൂപീകൃതമായിരിക്കുന്നതെങ്കിൽ അതിനെ ഹെലിസിറ്റൈറ്റ് എന്നും വിളിക്കുന്നു. ഓക്കെ, സ്റ്റാലക്ടൈറ്റ് ഹൊറിസോണ്ടലി ഓർ ഡയഗണലി ആണ് വരുന്നതെങ്കിൽ അതിനെ ഹെലിസിറ്റൈറ്റ് എന്ന് വിളിക്കുന്നത്. ഇതിൽ ഇമ്പോർട്ടൻ്റ് സ്റ്റാലക്ടൈറ്റ് ആണ്. അപ്പോൾ റൂഫിൽ നിന്നും താഴോട്ട് വരുന്ന ഫീച്ചറിനെയാണ് സ്റ്റാലക്ടൈറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, റൂഫിൽ നിന്നും താഴോട്ട് വരുന്ന ഫീച്ചേഴ്സിനെയാണ് നമ്മൾ സ്റ്റാലക്ടൈറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി താഴെ നിന്നും റൂഫിൻ്റെ സൈഡിലോട്ട് മുകളിലോട്ട് വെർട്ടിക്കലി പോകുന്ന ഫീച്ചറിനെ സ്റ്റാലഗ്മൈറ്റ് എന്നുമാണ് വിളിക്കുന്നത്. ഓക്കെ, സ്റ്റാലഗ്മൈറ്റ് എന്നും വിളിക്കുന്നു. അപ്പോൾ സ്റ്റാലഗ്മൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലോറിൽ നിന്നും അക്യുമുലേറ്റ് ചെയ്യപ്പെടുന്ന മെറ്റീരിയൽ ഡെപ്പോസിറ്റ് സീലിങ്ങിലേക്ക് പോകുന്നതായിട്ടുള്ളൊരു ഫീച്ചറിനെയാണ് സ്റ്റാലക്ടൈറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി സ്റ്റാലക്ടൈറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ഹൊറിസോണ്ടലി ഓർ ഡയഗണലി ആണെന്നുണ്ടെങ്കിൽ, അതായത് ഈ സ്റ്റാലക്ടൈറ്റിൽ നിന്നും എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഹൊറിസോണ്ടലി ആൻഡ് ഡയഗണൽ ഫീച്ചേഴ്സിനെ ഹാലഗ്മൈറ്റ് എന്ന് വിളിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ,
ഹൊറിസോണ്ടൽ ഓർ ഡയഗണേറ്റ് ഫ്രം സ്റ്റാലഗ്മൈറ്റ്, അതിനെ നമ്മൾ ഹാലഗ്മൈറ്റ് എന്ന് വിളിക്കുന്നു എന്നുള്ളതാണ്. ദെൻ ഈ സ്റ്റാലക്ടൈറ്റും സ്റ്റാലഗ്മൈറ്റും ഒരു മുകളിൽ നിന്നും വരുന്ന ഫീച്ചറും താഴെ നിന്നും വരുന്ന ഫീച്ചറും ചിലപ്പം ചില സ്ഥലങ്ങളിൽ കൂട്ടിമുട്ടാറുണ്ട്. ഇതിനെ കളക്റ്റീവ്ലി നമ്മൾ വിളിക്കുന്ന പേരാണ് കേവ് പില്ലേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, കേവ് പില്ലേഴ്സ് എന്ന് വിളിക്കുന്നു. ഇനി ഇത്തരത്തിൽ സീലിങ്ങിനകത്ത് നീഡിൽ ഷേപ്പിൽ നിൽക്കുന്നതായിട്ടുള്ള ഫീച്ചേഴ്സിനെയാണ് ഡ്രാപ്സ് ഓർ കർട്ടൈൻസ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ സൊല്യൂഷണൽ ആക്ടിവിറ്റീസ് കാരണം അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻസ് കാരണം ഉണ്ടാവുന്ന മെറ്റീരിയൽസ് അക്യുമുലേറ്റ് ചെയ്യുന്നു, വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്ത് പോവുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നതാണ്. ഓക്കെ, ദെൻ ടൂഫ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വെറൈറ്റി ഓഫ് ലൈംസ്റ്റോൺ tufa is a variety of limestone formed when carbonate minerals precipitate out of ambient temperature water എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ടൂഫ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കെമിക്കൽ സെഡിമെൻ്ററി റോക്കാണ്. പ്രധാനമായിട്ടും ഈ സ്പ്രിംഗ് വാട്ടറുകളിൽ നിന്നും പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്ന കാൽഷ്യം കാർബണേറ്റിനാലാണ് ഇത് രൂപീകൃതമാകുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മിനറൽ റിച്ച് ആയിട്ടുള്ള വാട്ടറുകൾ ഇപ്പം സ്പ്രിങ്ങിൽ നിന്നോ വാട്ടർഫാൾസിൽ നിന്നോ വരുന്നു എന്ന് വിചാരിക്കുക. അതിനകത്തെ കാർബൺ ഡൈ ഓക്സൈഡ് എസ്കേപ്പ് ചെയ്തിട്ട് കാൽഷ്യം കാർബണേറ്റിന് ഡെപ്പോസിറ്റ് വരികയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന കാൽഷ്യം കാർബണേറ്റിനെയാണ് നമ്മൾ ടൂഫ എന്ന് വിളിക്കുന്നത്. ഇനി ഇത്തരം ഈ കാർബൺ ഡൈ ഓക്സൈഡ് എസ്കേപ്പ് ചെയ്യുന്നത് ജിയോതെർമലി ഹീറ്റഡ് ആയിട്ടുള്ള സ്പ്രിങ്ങിൽ നിന്നാണ് എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ട്രാവർട്ടിൻ എന്നാണ് വിളിക്കുക. ഓക്കെ, ട്രാവർട്ടിൻ എന്നാണ് വിളിക്കുക. കാരണം ഇത് സ്പ്രിങ്ങിൽ നിന്നോ റിവർ ലേക്കിൽ നിന്നോ പ്രത്യേകിച്ച് ജിയോതെർമലി ഹീറ്റഡ് ആയിട്ടുള്ള ഹോട്ട് സ്പ്രിങ്സിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന കാർബണേറ്റ് ഡെപ്പോസിറ്റ്സിനെയാണ് നമ്മൾ ട്രാവർട്ടൈൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ട്രാവർട്ടൈൻ എന്നാണ് ഇതിനെ വിളിക്കുക. ഇത്തരത്തിൽ രൂപീകൃതമാകുന്ന കാൽഷ്യം കാർബണേറ്റിൻ്റെ ഡെപ്പോസിറ്റുകൾ സ്റ്റാലക്ടൈറ്റ് സ്റ്റാലഗ്മൈറ്റ് പോലുള്ള ഫീച്ചേഴ്സ് രൂപീകൃതമാക്കും. ഇതിനെയാണ് നമ്മൾ ഡ്രോപ്പ് സ്റ്റോൺ എന്ന് വിളിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്ത്യക്കകത്ത് പ്രധാനമായിട്ടും കാസ്റ്റ് ടോപ്പോഗ്രഫി കാണപ്പെടുന്ന മേഖലകളാണ് മഹാരാഷ്ട്രയിലെ വെസ്റ്റേൺ ഗഡ്സിൻ്റെ ഭാഗങ്ങൾ, പ്രത്യേകിച്ച് അജന്ത കേവ്സ്, എല്ലോറ കേവ്സിൻ്റെ ഭാഗങ്ങൾ, മേഘാലയയിൽ സിജു കേവ്സിലും മൗഷാമി കേവ്സിലും ഈ ഇത്തരത്തിലുള്ള എക്സ്റ്റെൻസീവ് കേവ് സിസ്റ്റം നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ആരവല്ലി റേഞ്ചുകളിലും ഉദയ്പൂരിൻ്റെ ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള ലൈംസ്റ്റോൺ പാവുമെൻസ് ആൻഡ് കേവ്സ് കാണാൻ കഴിയുന്നുണ്ട്. ദെൻ ഛത്തീസ്ഗഡിലുള്ള കങ്കർ വാലി നാഷണൽ പാർക്കിനകത്തും വളരെ ഫേമസ് ആയിട്ടുള്ള കൊട്ടുംസാർ ആൻഡ് കൈലാഷ് കേവ്സിൽ ഇത്തരത്തിലുള്ള ടോപ്പോഗ്രഫികൾ കാണാൻ കഴിയുന്നുണ്ട്. ദെൻ ആന്ധ്രാപ്രദേശ് തെലങ്കാനയിൽ കടപ്പ കുർണൂൾ റീജിയൻ്റെ ഭാഗങ്ങളിൽ ബെലാം കേവ്സിനകത്ത് ഈ ഒരു ടോപ്പോഗ്രാഫി കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി വേൾഡിൻ്റെ ലെവലിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സദേൺ ഫ്രാൻസിൻ്റെ കോക്കസ് റീജിയനകത്തും ആൻഡലൂസിയ സ്പാനിഷ് ആൻഡലൂസിയ എന്ന് പറയുന്ന സ്ഥലത്ത്, അതുപോലെ തന്നെ പ്യൂറിട്ടോ റിക്കോയുടെ നോർത്തേൺ സൈഡ്, ക്യൂബയുടെ വെസ്റ്റേൺ സൈഡ്, പിന്നെ ജമൈക്കയുടെ ഭാഗങ്ങൾ, ദെൻ സദേൺ ഇന്ത്യാന, വെസ്റ്റ് സെൻട്രൽ കെന്തൂച്ചി ആൻഡ് വിർജീനിയ, ടെന്നീസെ ആൻഡ് സെൻട്രൽ ഫ്ലോറിഡ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഈ ഇത്തരത്തിലുള്ള മേജർ ഗ്ലോബൽ ആയിട്ടുള്ള കാസ്റ്റ് റീജിയൻസ് കാണാൻ കഴിയുന്നുണ്ട്. മൈനർ കാസ്റ്റ് റീജിയൻസ് കാണാൻ കഴിയുന്നത് കോൾസ്ബാഡ് ഏരിയ, അതുപോലെ തന്നെ ഇംഗ്ലണ്ടിലെ ചോക്ക് റീജിയൻ ഓഫ് ഫ്രാൻസ്, പാർട്സ് ഓഫ് ജൂറ മൗണ്ടെയ്ൻസ്, അതുപോലെ തന്നെ ആൽപ്സ് ആൻഡ് അപ്പനിയൻസ് മൗണ്ടെയ്ൻസ്, ഈ ഭാഗങ്ങളിലൊക്കെ പ്രധാനമായിട്ടും കാസ്റ്റ് റീജിയൻസ് കാണാറുണ്ട്. അപ്പം മേജർ ഗ്ലോബൽ കാസ്റ്റ് റീജിയൻസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 6 എണ്ണമാണ്. മൈനർ കാസ്റ്റ് റീജിയൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 5 എണ്ണമാണ്. അപ്പോൾ ഇത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഇന്ത്യയുടെ ചില ഭാഗങ്ങൾ കാണുന്ന ഏതാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാസ്റ്റ് ലാൻഡ് ഫോംസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. കാരണം ഗ്രൗണ്ട് വാട്ടർ ധാരാളമായിട്ടുള്ള ലൈംസ്റ്റോൺ അക്യുഫേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻ വാട്ടർ സപ്ലൈക്ക് വളരെയധികം ഹെൽപ്ഫുള്ളാണ് ഇത്തരത്തിലുള്ള കാസ്റ്റ് ലാൻഡ് ഫോംസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫെർട്ടൈൽ സോയിൽസ്, ഈ ഡൊളൈനും പോൾജെ പോലുള്ള മേഖലകളിൽ ഫെർട്ടൈൽ ആയിട്ടുള്ള സോയിൽ കാണപ്പെടുന്നത് അഗ്രികൾച്ചറിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദെൻ അണ്ടർഗ്രൗണ്ട് സ്ട്രീമുകളും സ്പ്രിങ്ങുകളും പവർ ജനറേഷൻ ഉപയോഗിക്കാൻ കേപ്പബിൾ ആണ് എന്നുള്ളതാണ്. ദെൻ ടൂറിസം, ഇപ്പം കേവ്സ്, സ്റ്റാലക്ടൈറ്റും സ്റ്റാലഗ്മൈറ്റും എന്നൊക്കെ പറയുന്നത് വളരെ നല്ലൊരു ഫീച്ചറാണ്. അപ്പോൾ അത് കാണാനുള്ള ഒരു ടൂറിസം ഇതിൻ്റെ ഒരു സ്കോപ്പാണ്. ദെൻ സയൻറ്റിഫിക് വാല്യൂസ്. ഓക്കെ, സയൻറ്റിഫിക് വാല്യൂസ് എന്ന് പറയുമ്പോൾ ഗ്രൗണ്ട് വാട്ടർ സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കാനും ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് പഠിക്കാനും ജിയോളജിക്കൽ ആയിട്ടുള്ള പ്രോസസ്സുകളെ കുറിച്ച് പഠിക്കാനും ഒക്കെ വളരെയധികം ഹെൽപ്ഫുള്ളാണ് ഇത് എന്നുള്ളതാണ്. പിന്നെ ധാരാളമായിട്ടുള്ള മിനറൽ റിസോഴ്സസ് ഇന്ത്യ കാസ്റ്റ് ലാൻഡ് ഫോംസിൽ എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. വളരെ യുണീക്കായിട്ടുള്ള, അങ്ങനെ എല്ലാ സ്ഥലത്തും കാണാൻ കഴിയുന്ന ഒരു ലാൻഡ് ഫോംസ് അല്ല കാസ്റ്റ് ലാൻഡ് ഫോംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ വേൾഡിൽ തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 10-12 സ്ഥലങ്ങൾ
സ്ഥലങ്ങളിലാണ് വളരെ വാസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഇത്തരത്തിലുള്ള കാസ്റ്റ് ലാൻഡ് ഫോംസ് കാണാൻ വേണ്ടി കഴിയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കത്തിൽ കാസ്റ്റ് ലാൻഡ് ഫോംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈംസ്റ്റോൺ പോലുള്ള സോല്യൂബിൾ റോക്സിൻ്റെ ഡെസല്യൂഷൻ കാരണം രൂപീകൃതമാകുന്നതായ ലാൻഡ് ഫോമുകളാണ്. ഇതിനകത്ത് അണ്ടർഗ്രൗണ്ട് വാട്ടർ വളരെ വലിയൊരു പ്രാധാന്യം വഹിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള റീജൻസ് നമ്മുടെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റിനും അതുപോലെ തന്നെ എക്കണോമിക് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റിനും വളരെ ഉപകാരപ്രദമാണ് എന്നുള്ളതാണ്.